ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും. അപ്പോൾ തുടങ്ങാം. അതിനായി ഞാനൊരു കുക്കർ സ്റ്റവിൽ വെച്ചു, എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടുക് പൊട്ടി. അതിലേക്ക് പെരിഞ്ജീരകം ഇട്ടു, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ടു. പട്ടയും ഗ്രാമ്പൂ ഏലക്കയും ഇപ്പോൾ ചേർത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇനിയും ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. നോർമലി നമ്മൾ ഉപ്പുമാവ് കഴിക്കുന്നത് പഴത്തിൻ്റെ കൂടെയാണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റായി, വെജിറ്റബിൾസ് ഇട്ടാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കൊണ്ട് ഫൈബറുമായി, അപ്പോഴും പ്രോട്ടീൻ്റെ കണ്ടൻറ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഗ്രീൻ പീസിൻ്റെ കറിയും കൂടി ആഡ് ചെയ്യുമ്പോൾ പ്രോട്ടീനും റിച്ചായി. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോയായി. സവാളയും കറിവേപ്പിലയും ഇട്ട് വഴറ്റി നന്നായി വഴന്നു വന്നതിന് ശേഷം, ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട, ഷാലോ ഫ്രൈ ആയാൽ മതി, അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് വഴറ്റി. ഇനി അതിലേക്ക് ചേർത്തത് ഒരു വലിയ തക്കാളിയാണ്. തക്കാളി കൂടി ഇട്ട് നന്നായി വഴന്ന പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് തക്കാളിയും കൂടി ഒന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു രാത്രി മുഴുവൻ നമ്മൾ ഉണങ്ങിയ ഗ്രീൻ പീസ് വാങ്ങാൻ കിട്ടുമല്ലോ പാക്കറ്റുകളിൽ, അത് വാങ്ങിയത് ഒരു പാക്കറ്റിൻ്റെ ഒരു 250 ഗ്രാം എടുത്ത് വൈകുന്നേരം വെള്ളത്തിലിട്ട് രാവിലെ എടുത്തതാണിത്. ഗ്രീൻ പീസ് കഴുകിയിട്ടു. ഇനി നമുക്ക് ധാരാളം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിരലിൻ്റെ ഒരു സെക്കൻഡ് റിങ് വരെ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് നമ്മളിത് വേവിക്കണം. കുക്കർ അടച്ചതിന് ശേഷം ഒരു 5 വിസിൽ അടിക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. നന്നായിട്ട് കുതിർന്നതാണെങ്കിലും ഗ്രീൻ പീസൊക്കെ കുറച്ച് വേവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 വിസിൽ അടുപ്പിച്ചു. കുക്കർ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലോട് ഒഴിച്ചു. വീണ്ടും കടുക് പൊട്ടിക്കണം എന്നുള്ളവർക്ക് ഇവിടെ കടുക് പൊട്ടിക്കാൻ കേട്ടോ, ഞാൻ വീണ്ടും കടുക് പൊട്ടിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാം. പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇഞ്ചി ജസ്റ്റ് ഒന്ന് സോട്ടായതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളക് എന്നിവ ഇട്ട് വഴറ്റി. അപ്പം നിങ്ങൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നില്ല, ഇത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനാണ് എങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പോ ചെറുപയർ പരിപ്പോ ഇട്ടാലും പ്രോട്ടീൻ കണ്ടൻറ്റായി. അപ്പം ഞാൻ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്ന ദിവസം കറി ഉണ്ടാക്കാറില്ല. പകരം ഇവിടെ ഇച്ചിരി ഉഴുന്ന് പരിപ്പോ ചെറുപയർ പരിപ്പോ ഇടുകയാണ് ചെയ്യാറ്. പിന്നെ സവാള ഇട്ടു, വെജിറ്റബിൾസ് ഇട്ടു. അതെല്ലാം നന്നായി വഴന്ന് ഒന്ന് മൂടി വെച്ച് വേവിച്ച് ഒന്ന് വഴന്ന് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് 2 കപ്പ് റവയാണ് ചേർത്തത്. ഇത് ഫ്രൈഡ് റവയാണെങ്കിലും ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് വഴറ്റിയിട്ട് ഒരു 3/4 ടീസ്പൂൺ നെയ്യ് ചേർക്കും. നെയ്യ് ചേർത്താൽ നെയ്യിൽ ഈ റവ ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ 2 കപ്പ് റവയാണ് ചേർത്തത്. അപ്പം 3 കപ്പ് വെള്ളം ഒഴിച്ചു. ഈ നെയ്യ് ഇടുന്നത് കൊണ്ട് ഈ റവയ്ക്ക് കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയുള്ള നല്ല റവ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഉപ്പുമാവിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. നമ്മളിവിടെ ഒഴിക്കുന്ന വെള്ളം തിളച്ച വെള്ളമാണ്, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഉപ്പ് ചേർക്കാറില്ല. ഈ റവയ്ക്ക് മാത്രം ഞാൻ വെള്ളത്തിലാണ് ഉപ്പിട്ട് തിളപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഇവിടെയും ഉപ്പ് പിടിച്ചിരിക്കില്ല. കറക്റ്റായിട്ട് എല്ലായിടത്തും ഉപ്പ് ഒരുപോലെ എത്തുകയും ചെയ്യും. ഇനി ഇത് സിമ്മിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ച് ഒരു 3-4-5 മിനിറ്റോടെ വേവിക്കണം. അന്നേരമാണ് ആ വെള്ളം എല്ലാം വലിച്ചെടുത്ത് ഉപ്പുമാവ് നല്ല കൃത്യമായിട്ട് ആയി വരുള്ളൂ. ഇനിയിപ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടെ വെള്ളം ചേർക്കുമ്പോൾ തന്നെ തേങ്ങയിടാം, അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ വെള്ളത്തിൽ തേങ്ങയിടാം. എനിക്ക് പക്ഷേ ഇച്ചിരി തേങ്ങ കടിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ എല്ലാം ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് തേങ്ങയിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കും. അപ്പോൾ ആ തേങ്ങയുടെ ക്രഞ്ചിനെസ് വലിയ കാര്യമായിട്ടൊന്നും പോവില്ല, നല്ലൊരു പച്ച ടേസ്റ്റും കിട്ടും. എനിക്ക് ഇങ്ങനെ തേങ്ങ ഇടുന്നതാണ് ഇഷ്ടം. അപ്പം നല്ല ഉപ്പുമാവും കറിയും എല്ലാം റെഡിയായി. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറഞ്ഞതുപോലെ ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതം നല്ലോ പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. എത്ര മനോഹരമായ വാക്കുകളാണല്ലേ. ഒരുപാട് ദൂരം മുമ്പോട്ട് ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകട്ടെ. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സ്നേഹിച്ചവർ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവൂ. അതാണ് സത്യം. ഈ ലോകം മൊത്തം സ്നേഹം കൊണ്ട് നിറയട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. Thank you so much.